ഹായ് ഡേസ്, എന്തെല്ലാവരുടെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റിലോട്ട് കിടക്കുകയാണ്. യൂണിറ്റ് 3, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്സിലൂടെ സംസാരിക്കുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് സംഭവിക്കുക. വേർഡ്സിലൂടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക? ഒന്നുകിൽ ഓറലായിട്ട് അല്ലെങ്കിൽ റിട്ടൺ ഫോമായിട്ട് അല്ലേ? അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് ഫോമാണ്, ഓറലും റിട്ടനും. വേർഡ്സിലൂടെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടിനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. വിച്ച് മീൻസ് ഇറ്റ് കംസ് ഈസിലി ആൻഡ് വിത്തൗട്ട് ടു മച്ച് പ്രിപ്പറേഷൻ. നമ്മൾ അധികം പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പാണ് ഓറൽ. നമ്മൾ സംസാരിക്കുമ്പം അധികം ചിലപ്പോൾ ചിന്തിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? നമ്മളൊരാളെ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്നു, സംസാരിക്കുന്നു. ആ സംസാരത്തിന് നമ്മൾ കുറേ ചിന്തിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. നമ്മൾ പെട്ടെന്ന് ആളടുത്ത് ആ സ്പോട്ടിൽ നടക്കുന്ന സന്ദർഭം വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അതിൽ കുറേ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ പറയണം അങ്ങനെ നമ്മൾ വല്ല പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. പക്ഷേ കൂടുതലും സ്പോർട്ട്നെസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു നിമിഷം നമ്മൾ പറയുമ്പോൾ ഓറലിൽ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും എടുക്കാണ്ട് നമ്മളങ്ങ് സംസാരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. We use oral communication most of the time, like when we talk to family, friends or co-workers. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കാനോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യലേതാണ് ഈ ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഫോർമൽ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓഫീസ്, സ്കൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓഫ്റ്റൻ റിക്വയർഡ്. അവിടെ നമുക്ക് എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് എവരി വൺ ഫൈൻഡ് റൈറ്റ് എൻ എസ്സേ. ദിസ് മീൻസ് മേ ബി ബിക്കോസ് ഓഫ് സൈക്കോളജിക്കൽ ബാരിയർസ് ലൈക്ക് ഫിയർ ഓർ ഹെസിറ്റേഷൻ. എഴുതുക എന്നുള്ളത് എല്ലാവർക്കും ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതായത് പേടി, അല്ലെങ്കിൽ എഴുത്ത് ഹാൻഡ് റൈറ്റിങ് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ഞാൻ എഴുതിയാൽ നന്നാവില്ല, എനിക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ എഴുതുമ്പോൾ നമ്മൾ ഇതേ സംസാരം എഴുതല്ലോ എഴുതുക. അതിന് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എഴുതുക, ഒന്നും കൂടി ഭാഷ ക്ലിയർ ആക്കിയിട്ടാണ് എഴുതുക. അപ്പോൾ ആ ഒരു ഭാഷ ക്ലിയർ ആവൂലേ എന്നുള്ള പേടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ റിട്ടൺ ഫോമിനെ നമ്മൾ പേടിക്കാറുണ്ട് അല്ലേ? We will talk about these barriers later. നമുക്ക് റിട്ടൺ ഫോമിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അത് നമുക്ക് വരും ഇതിൽ ചർച്ച ചെയ്യാം കേട്ടോ. It is important to choose the correct mode, oral or written, depending on the situation. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏത് മോഡ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഓറൽ തിരഞ്ഞെടുക്കണോ റിട്ടൺ തിരഞ്ഞെടുക്കണോ? അത് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക? സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മോഡ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന കമ്മ്യൂണിക്കേഷൻ വേർഡ്സിലൂടെ അല്ല, ത്രൂ വേർഡ്സ്. ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ 2 ways. ഓറൽ കമ്മ്യൂണിക്കേഷൻ നാച്ചുറൽ സ്പോർട്ട്നെസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനും ആണ്. ഇനി അടുത്തത് എന്താണ് ഓറൽ മോഡ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഓറൽ മോഡ് യൂസ്ഡ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ വേർ പേഴ്സണൽ ഓതൻറ്റിക്കേഷൻ ഈസ് നീഡഡ്. അതായത് ഓറൽ മോഡ് നമ്മൾ കൂടുതൽ എവിടെ യൂസ് ചെയ്യുന്നത്? പേഴ്സണലായിട്ട് ഓതൻറ്റിക്കേഷൻ വേണ്ടടുത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓറൽ മോഡാണ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഓഫീസിൽ an officer and her secretary talking directly, a journalist and their source speaking about news. ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതായത് ഒരു സെക്രട്ടറി മാനേജറും സംസാരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ആദ്യം ഡീൽ ചെയ്ത് പിന്നെയാണ് അത് റിട്ടൺ ഫോമിലൊക്കെ ആക്കുകയുള്ളൂ. ആദ്യം ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും തീരുമാനിക്കാനും ഓറൽ മോഡാണ് യൂസ് ചെയ്യുക അല്ലേ? പിന്നെ സോഷ്യലി ആയിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ സോഷ്യലി ഓർ ഫ്രണ്ട്ലി നീഡ്സ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. നമ്മളൊരു ഗ്രൂപ്പിൽ ഗസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കാണുമ്പോഴൊക്കെ എന്താണ് നമ്മൾ ഓറൽ മോഡാണ് സെലക്ട് ചെയ്യുക.
സോഷ്യൽ ഓർ ഫ്രണ്ട്ലി നീഡ് മസ്റ്റ് ബി ഫുൾഫിൽഡ് പറഞ്ഞ പോലെ. വാംത്ത് ആൻഡ് പേഴ്സണൽ ഫീലിങ്സ് ആർ നീഡഡ്, അതായത് ഒരു ബോണ്ടിങ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഒരുമ ഉണ്ടാവാൻ ഒക്കെ നമ്മൾ ഓറൽ മോഡാണ് യൂസ് ചെയ്യുക. എക്സാക്ട്സ് വേർഡ്സ് ആർ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, അതായത് ചില നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥ വേർഡ് പറഞ്ഞില്ലെങ്കിൽ ചെറിയ ഷോർട്ട് കട്ട് പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് കത്തുന്ന സംഭവങ്ങളുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ഈ ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഷോർട്ട് കട്ടേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷേ എന്താണ് നമുക്ക് ആളെ പെട്ടെന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓറൽ മോഡാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പീപ്പിൾ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ വെൽ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഓറൽ മോഡിലാണ് നല്ലത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റുഡൻസും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള സംസാരത്തിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് റിട്ടേണേക്കാളും നമ്മൾ പെട്ടെന്ന് സോൾവ് ആവുക ഓറൽ മോഡ് കൂടെയാണ്. ആൻഡ് ഓപ്പൺ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ റിക്വയർഡ്. ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഓറൽ മോഡാണ് അവിടെ നല്ലത്. പിന്നെന്താണ് സ്ട്രോങ് ഇമ്പാക്റ്റ് ഓർ അറ്റൻഷൻ ഈസ് നീഡഡ്, അതായത് ഒരു ചെയർപേഴ്സൺ ഗീവ് എ സ്പീച്ച് ടു എംപ്ലോയീസ് ഓർ എ പ്രസിഡന്റ് അഡ്രസ് ഇൻ ദ നാഷൻ. ഒരു എന്താ പറയുക, ഒരു അറ്റൻഷൻ കിട്ടാനും നല്ലൊരു ഇത് കിട്ടാനൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത് കിട്ടാൻ നമുക്കെന്താണ് ഓറൽ മോഡാണ് നല്ലത്. ഇൻഫർമേഷൻ മസ്റ്റ് ബി ഗിവൺ ക്വിക്കലി, ഇൻഫർമേഷൻ പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഓറൽ മോഡാണ് നല്ലത്. എഴുതി ഉണ്ടാക്കി വരുമ്പോഴേക്കിനൊക്കെ സമയം ഒരുപാടാവും, അപ്പം നമുക്ക് ഓറൽ മോഡാണ് നല്ലത്. പിന്നെന്താ പ്രൈവറ്റ് ഓർ സീക്രട്ട് തിങ് നീഡ്സ് ടു ബി ഡിസ്കസ്ഡ്, എന്തെങ്കിലും സ്വകാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓറൽ മോഡാണ് നല്ലത്. റിട്ടേൺ മോഡാണെങ്കിൽ പിന്നീട് വേറെ ആരെങ്കിലും അതെടുത്ത് വായിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം റിട്ടേൺ മോഡിനേക്കാളും നമുക്ക് ഓറൽ മോഡാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി റിട്ടേൺ മോഡ് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നോക്കാം. ഇനി റിട്ടേൺ മോഡ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻസ് മസ്റ്റ് ബി സ്റ്റോർഡ് ആൻഡ് ഫൗണ്ട് ലേറ്റർ, നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് റിട്ടേൺ മോഡാണ് നല്ലത്. ഓറൽ മോഡ് നമുക്കത് റിട്രൈവ് ചെയ്യാൻ പറ്റില്ല. ദ ഐഡിയ മസ്റ്റ് ബി റിലബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. ഗ്രൂപ്പ് ഡിസ്കഷന് അങ്ങനെ ആക്ഷൻ എന്തെങ്കിലും ആക്ഷൻ ഒരാളുടെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് അങ്ങനെയുള്ളതൊക്കെ എഴുതി വെക്കണമെങ്കിൽ എപ്പോഴും റിട്ടേൺ മോഡാണ് നല്ലത്. ദ ഐഡിയ മസ്റ്റ് ബി റിലബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി, അതിലൊരു റിലബിൾ ഉണ്ടാവും, നല്ലൊരു ട്രസ്റ്റും കിട്ടും. പിന്നെ എന്താണ് ഐഡിയ മസ്റ്റ് ബി വാലിഡ് ആൻഡ് അപ്രൂവ്ഡ്. ഒരു മെമ്മോ ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല ഒരു ഓഫീസിൽ ന്യൂ റൂളൊക്കെ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ റിട്ടേൺ ഫോമിൽ എഴുതി വെക്കുകയാണ് നല്ലത്. പിന്നെ എന്താണ് ഫാക്ട് മസ്റ്റ് ബി ക്ലിയർ ഷോൺ, നല്ല ക്ലിയർ ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിളൊക്കെ നമ്മളതിൽ കാണിക്കണം. ഇറ്റ് സപ്പോർട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ, മീറ്റിങ്ങിൽ നമ്മൾ ഓറലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ റിട്ടേൺ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് അത് യൂസ്ഫുൾ ആകും. പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ആക്ഷൻസും മസ്റ്റ് ബി ക്ലിയർ, ബിസിനസ് പ്ലാന് പ്രപ്പോസൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിട്ടേൺ ഫോമാണ് നല്ലത്. കമ്മ്യൂണിക്കേഷൻ നീഡ് ടു ബി റിവ്യൂഡ് ലേറ്റർ, കമ്മ്യൂണിക്കേഷൻ പിന്നീട് അതിൻ്റെ റിവ്യൂ നടത്തണമെങ്കിലും റിട്ടേൺ മോഡാണ് നല്ലത്. അതുപോലെ ദ സെൻഡർ ആൻഡ് റിസീവർ ഡോണ്ട് നീഡ് ടു മീറ്റ്, സെൻഡറും റിസീവറും തമ്മിൽ കാണണമെന്ന ആവശ്യമില്ല റിട്ടേൺ മോഡിൽ. ദ മെസ്സേജ് ഷുഡ് റീച്ച് പീപ്പിൾ ഫാർ അവേ, എത്ര ദൂരമുള്ള ആളുകൾക്ക് വേണമെങ്കിലും ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. റോബർട്ട് സെമൻ മക്നമാര എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് എന്താണ്, ഇഫ് യു കാൺ റൈറ്റ് ഡൗൺ യുവർ ഐഡിയ മേ ബി യു ഹാവ് തോട്ട് ഇറ്റ് ഔട്ട് ക്ലിയർലി, നിങ്ങൾ ശരിക്കും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ശരിക്കും ചിന്തിച്ചൊരു കാര്യമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും എന്നാണ്. ഇനി 2 മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയകളുണ്ട്. അതെവിടെയൊക്കെയാണ്? ചിലയിടങ്ങളിൽ നമുക്ക് റിട്ടേൺ മോഡും അതേപോലെ ഓറൽ മോഡും യൂസ് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണ് സിറ്റുവേഷൻ? പീപ്പിൾ നീഡ് ടു റിമെമ്പർ ദ ഐഡിയ ഈവൺ ആഫ്റ്റർ ദ മീറ്റിംഗ്. ചില മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ മീറ്റിംഗ് നമ്മൾ ഓറലിലായിരിക്കും, ആ കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നത് റിട്ടേൺ ഫോമിലായിരിക്കും. ദർ ആർ ഫോളോ അപ്പ് ആക്ഷൻസ് ആഫ്റ്റർ ദ ഡിസ്കഷൻ. ചില മീറ്റിങ്ങും കാര്യങ്ങളും ഡിസ്കഷനൊക്കെ കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ പിന്നീട് നോക്കിയെടുത്ത് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ഫോമിലോട്ട് എഴുതണം. അപ്പോൾ ഡിസ്കസ് ചെയ്യുക ഓറലിലായിരിക്കും, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ഫോമിലോട്ടും ചെയ്യണം. പിന്നെന്താണ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് നെസസറി. എ ജോയിൻറ്റ് മെസ്സേജ് ഫ്രം 2 countries അബൌട്ട് ഒരു ട്രേഡിനെ കുറിച്ച്
2 കൺട്രികളിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ അത് റിട്ടണും വേണ്ടി വരും, ഓറലും വേണ്ടി വരും. പിന്നെന്താണ്, ബോത്ത് ക്ലാരിറ്റി ആൻഡ് സ്ട്രോങ് ഇമ്പാക്റ്റ് ആർ നീഡഡ്. നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഇമ്പാക്റ്റും കിട്ടണമെങ്കിൽ ഓറലും റിട്ടണും ഒരുപോലെ വേണം. ദ ഐഡിയാസ് ആർ സ്റ്റിൽ ബിൻ എക്സ്പ്ലോർഡ്. പുതിയൊരു ഐഡിയ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അത് വാക്കുകൊണ്ടും പറയണം, എഴുതിയിട്ടും വേണം വെക്കുക. പീപ്പിൾ ഷിൽ ബി പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഗീവ് ഒപ്പീനിയൻസ്. ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്, സിറ്റി ഡെവലപ്മെൻറ്റ് പബ്ലിക്കായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എഴുതിയിട്ട് പിന്നെ അത് വായിക്കൊണ്ട് പറയുകയാണ് ചെയ്യുക. ദ ടോപ്പിക് ഈസ് അബ്സ്ട്രാക്റ്റ് ഓർ കോംപ്ലക്സ്. സയൻറ്റിഫിക് ഐഡിയാസ് നമുക്ക് കോൺഫറൻസിൽ ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതണം, പിന്നെ നമുക്കത് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളത് മറന്നുപോകും. ക്ലിയർ ആണോ? ഇതിനെക്കുറിച്ച് ഇഫ് യു വാണ്ട് ടു ഗീവ് സം വൺ ക്രെഡിറ്റ് പുട്ട് ഇൻ റൈറ്റിംഗ്. ഇഫ് യു വാണ്ട് ടു സ്കോൾഡ് ദം ഡു ഇറ്റ് ഓവർ ദ ഫോൺ. ഒരു റീജിയണൽ മാനേജറിൻ്റെ ഒരു കോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ആൾക്ക് എഴുതുക, നമുക്കവരെ തിരിച്ച് കിട്ടണം, ആ ഒരു സാധനം തിരിച്ച് വാങ്ങണമെങ്കിൽ എന്താണ്, അവരെ ഫോൺ വിളിച്ചിട്ട് സ്കോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പം ഇത്രയും സിറ്റുവേഷനിലാണ്, ഓരോ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓറൽ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം, റിട്ടൺ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം, ചില സിറ്റുവേഷനിൽ ഇത് രണ്ടും യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? നോട്ട് ഓൾ കമ്മ്യൂണിക്കേഷൻ നീഡ് ടു ബി ത്രൂ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ്. യു ക്യാൻ ഷോ ഹൗ യു ഫീൽ യൂസ് ഇൻ ആക്ഷൻസ് ലൈക്ക് സ്മൈലിംഗ്, frowning or even staying silent. This is called non-verbal communication. നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ അതിന് റിട്ടൺ ഫോമോ ഓറൽ ഫോമോ വേണമെന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ പലപ്പോഴും പല ചിഹ്നങ്ങൾ കാണിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ മൗനം പോലും ഭാഷയായി മാറാറുണ്ട് അല്ലേ? മൗനം പാലിച്ച് നിന്നിട്ട് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വേർഡ്സ് ഉപയോഗിക്കാതെ നമ്മൾ മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം. സൈക്കോളജിസ്റ്റ് പ്രൊഫസർ ആൽബർട്ട് മെഹർബിയൻ അദ്ദേഹം എന്താ പറഞ്ഞത്? ഏതാണ്ട് 55% കമ്മ്യൂണിക്കേഷന് വേർഡ്സ് ഇല്ലാണ്ടാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കേൾക്കുന്നതൊക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ നമ്മുടെ കണ്ണുകൊണ്ടുള്ള ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമല്ലോ, നമ്മുടെ കണ്ണും അത്, പിന്നെ നമ്മൾ ആംഗ്യങ്ങൾ, ഓരോ ചിഹ്നങ്ങൾ കാണിക്കുമല്ലോ, തംസപ്പ്, അങ്ങനത്തെ ഓരോ ചിഹ്നങ്ങൾ, പിന്നെ നമ്മുടെ ക്ലാപ്പിംഗ് പോലത്തെ സൗണ്ടുകൾ, നമ്മുടെ ഫിസിക്കൽ അപ്പീരിയൻസിൽ നിന്നും ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. സിമ്പിൾസ് ആൻഡ് സൈൻസ് എന്ന് പറയുമ്പം സിമ്പിൾസ് ആൻഡ് സൈൻസ് ഹെൽപ്സ് ഇൻ സിറ്റുവേഷൻ വെർ വി ഡോണ്ട് നോട്ട് ടു ടോക്ക്, ദേ ആർ യൂസ്ഡ് ഇൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തടത്ത് നമ്മൾ വല്ല ചിഹ്നങ്ങളോ സൈൻസൊക്കെ കാണിച്ചിട്ടാണ്. പെട്രോൾ പമ്പിൽ ഒരു സൈൻ വെച്ചിട്ടുണ്ടാവും, ഒരു ഫോട്ടോ നിങ്ങൾ പെട്രോൾ പമ്പിൽ നോക്കുമ്പോൾ കണ്ടുകൊണ്ട് സൈൻ ബോർഡ് ഉണ്ടാവും അവിടെ, ഹൈവേ ടെൽസ് ഡ്രൈവർ ഫ്യൂൾ ഇസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്കൂൾ ബെല്ല് എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, സ്കൂൾ ബെല്ല് ഇങ്ങനെ അടിക്കുക ചെയ്യുക അല്ലേ? ആ സൗണ്ട് കേട്ടിട്ട് കുട്ടികൾക്കറിയാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ അവസാനിക്കാനുള്ളതാണ്, ഈ ലഞ്ച് ബ്രേക്ക് ആണെന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റും. അത് വെറും സൗണ്ട് മാത്രമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സിമ്പിൾസ് എന്തിനാണ്? നമ്മളെ ജനങ്ങൾക്ക് എന്താ പറയുക, പീപ്പിൾ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പലതരം ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സിമ്പിൾസിലൂടെ ഉണ്ടാവുക. ടോയ്ലറ്റിൻ്റെ സൈന്, എക്സിറ്റിൻ്റെ സൈന്, സ്റ്റെയർ കേസിൻ്റേത്, അങ്ങനെ അത് ഏത് നാട്ടുകാർക്ക് നോക്കിയാലും മനസ്സിലാവും അല്ലേ? അതിന് ആ നാട്ടിലെ ലാംഗ്വേജ് അറിയണം എന്നില്ല. ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് അമ്പയർ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാരന് മനസ്സിലാവും ഔട്ടായതാണെന്നോ അല്ലെങ്കിൽ എത്ര റൺസാണ് കിട്ടിയത് എന്നുള്ളത്. ആ കളിക്കാരനും കളിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. എന്നെ പോലത്തെ പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല, കാരണം എനിക്ക് കളിനെ കുറിച്ച് ABCD അറിയില്ല. പിന്നെ ഫുട്ബോളിൻ്റെ റെഫറി റെഡ് കാർഡ് കാണിച്ചാലും യെല്ലോ കാർഡ് കാണിച്ചാലും പ്ലെയറിനുള്ള വാണിംഗ് ആണ്. അപ്പോൾ എന്ത് വാണിംഗാണ് കൊടുത്തത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? കളി അറിയണവർക്കും കളിക്കണവർക്കും മനസ്സിലാവും. Choosing the right way to communicate is very important, especially in business meetings. ട്രാഫിക് ലൈറ്റ്, റോഡ് സൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ സൈൻ മനസ്സിലാക്കിയിട്ടാണ് അതൊരു ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ റോഡിൽ. ട്രാഫിക് ലൈറ്റിൽ റെഡ് കണ്ടാൽ നമുക്കറിയാം വണ്ടി നിർത്തണം എന്നുള്ളത്, ഗ്രീൻ കണ്ടാൽ നമുക്കറിയാം പോകണം എന്നുള്ളത്, മഞ്ഞ കണ്ടാൽ നമുക്ക് മെല്ലെ പോകണം, അതൊരു ഡ്രൈവർക്ക് അറിയാൻ പറ്റും അല്ലേ?
അതുപോലെ എലക്ഷൻ്റെ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്, കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണത് അല്ലേ. ഇതൊക്കെ എന്താണ്, ഒരുതരം കമ്മ്യൂണിക്കേഷൻസ് ആണ്. സ്റ്റഡീസ് നമ്മുടെ പഠനം നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് 41% കമ്മ്യൂണിക്കേഷൻ നോൺ വെർബലായിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ഫോർ ലാർജ് ഗ്രൂപ്പ്, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വലിയൊരു ഗ്രൂപ്പിൽ നമുക്ക് പെട്ടെന്ന് അറിയിച്ചപ്പോൾ ഈ സയൻസൊക്കെ ട്രാഫിക്കൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ ഡ്രൈവ് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു സൈനിൽ നിന്ന് ഓരോരുത്തരോട് പറയേണ്ട ആ സൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ നോൺ വെർബൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് സയൻസ് ആർ യൂസ്ഫുൾ വെൻ ടൈം ഈസ് ഷോർട്ട്. പിന്നെന്താണ്, സയൻസ് നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ വായിക്കാണ്ടും കേൾക്കാണ്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഏതൊക്കെയാണ്? ഒന്ന് സയൻസ്, അതായത് റെഡ് ലൈറ്റ് ടെൽസ് ഡ്രൈവർ ടു സ്റ്റോപ്പ്, സ്കൾ ആൻഡ് ക്രോസ് ബോൺ മീൻസ് ഡേഞ്ചർ. ഓരോ സയൻസ് കണ്ടിട്ടില്ലേ, ഗ്രീൻ ഓർ റെഡ് ഫ്ലാഗ് യൂസ് ടു ട്രെയിൻ നിർത്താനും ഓടാനും റെഡ് ഫ്ലാഗ് ഉപയോഗിക്കുന്നത്. അതൊക്കെ സിമ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ചിഹ്നമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലവ് എന്നാണ്. വൈറ്റ് ഫ്ലാഗോ അല്ലെങ്കിൽ ഡോവോ ആണെങ്കിൽ നമ്മൾ പീസ്, സമാധാനം അല്ലെങ്കിൽ സറണ്ടർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അശോക ചക്ര നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ആണെന്ന് പറയുന്നു. ബിഗ് കമ്പനീസ് ക്രിയേറ്റ് ദെയർ ഓൺ ലോഗോസ് ദാറ്റ് ആർ ഈസി ടു റെക്കഗ്നൈസ് ആൻഡ് റിമെമ്പർ. ഓരോ കമ്പനിക്കും എന്താണ് അവരുടേതായിട്ടുള്ള ലോഗോകൾ ഉണ്ടാവും. അത് നമ്മുടെ ലോഗോ കണ്ട ആ ലോഗോ കാണുമ്പോൾ തന്നെ നമുക്ക് KFCയുടെ ലോഗോ ഒക്കെ കണ്ട അത് KFC ആണ്, അങ്ങനെ അറിയാലോ അല്ലേ. മൈജിയുടെ ലോഗോ കണ്ട മൈജിയുടെ ലോഗോ. അങ്ങനെയുള്ള നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ലോഗോകളുണ്ട് അല്ലേ. നമുക്ക് ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലോഗോ ആണ് ഉണ്ടാക്കുക. ഈ ലോഗോ എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്ക് വരെ, ഇപ്പോൾ ആപ്പിളിൻ്റെ ചിഹ്നം കണ്ട ഐഫോൺ ആണെന്ന് മുട്ടെത്തുന്ന കുട്ടി വരെ എളുപ്പം പറഞ്ഞു തന്നു വരും. സം പീപ്പിൾ കോപ്പി ഫേമസ് ലോഗോസ് ടു ട്രിക്ക് അതേഴ്സ്. മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ലോഗോസ് ഇത് പല ആളുകൾ തട്ടിപ്പ് നടത്താറുമുണ്ട്. പിന്നെ ഗ്രാഫ്, ചാർട്ട്, ഫ്ലോ ചാർട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വേർഡ്സ് ഇല്ലാതെ തന്നെ ഓരോന്നിൻ്റെ നിലവാരങ്ങൾ എത്ര ശതമാനം ആളുകൾ ഇങ്ങനെ അങ്ങനെ കണക്ക് ബോധിപ്പിക്കാൻ നമുക്ക് ഗ്രാഫ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം എന്താ പൈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എത്ര പൈസ സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗണിനൊക്കെ നമ്മൾ പൈ ചാർട്ട് യൂസ് ചെയ്യും. ഫ്ലോ ചാർട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? സ്ട്രക്ചർ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വിഷ്വൽ ടൂള് നമുക്ക് ക്ലിയർ ആയിട്ടും ക്യുക്കായിട്ടുമുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ്. എന്താണ് ബോഡി ലാംഗ്വേജ്? ക്ലിയർ ആണോ? ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, അതായത് കണ്ണ്, മുഖം, കൈ, പോസ്റ്റേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയും. സൈക്കോളജിസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, വി ടോക്ക് വിത്ത് അവർ വോയിസ് ബട്ട് വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ ഫേസ്, ട്യൂൺ ആൻഡ് ബോഡി. നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ ശബ്ദം വെച്ച് നമ്മൾ സംസാരിക്കും, പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുഖവും നമ്മുടെ ട്യൂണും ബോഡിയും. കാരണം ട്യൂണ് മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ വോയിസ് വരുന്നത് ഒരേ സംഭവമായിരിക്കും, പക്ഷെ പല ട്യൂണിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരേ സംഭവം തന്നെ ട്യൂണ് മാറ്റി പറഞ്ഞാൽ അതിൻ്റെ സീന് മാറും, ടോട്ടലി മീനിങ് മാറ്റം വരും. ഒരു TV ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മേയർ പറയും ഹി ഡസൻ നോ എനിത്തിങ് അബൌട്ട് എ ബ്രൈബ് എന്ന് പറയുകയാണെങ്കിൽ, ബ്രൈബിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത് എന്താ പറയുക, കൈ വിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിന്ന് എന്ത് മനസ്സിലാക്കാം, അയാൾ കളവ് പറയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൻ്റെ ദിശ നോക്കിയിട്ടും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അവർ പറയുന്നതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ളത്. വാട്ട് ഈസ് കിനെസിക്സ്? കിനെസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിനെസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് പഠനമാണ്. ബോഡി മൂവ്മെൻറ്റിൻ്റെയും ഗസ്റ്റേഴ്സിൻ്റെയും നമ്മൾ ചെയ്യുന്ന ഓരോ ഗസ്റ്റേഴ്സിനെയും അതുപോലെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റിൻ്റെയും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ കിനെസിക് എന്ന് പറയുന്നത്. പിന്നെ ഐ കോണ്ടാക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, എത്രത്തോളം കോൺഫിഡൻസിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ആ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക്
മനസ്സിലാവും. ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താളം മാറും. കോൺഫിഡൻസോട് കൂടെ ആണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താളം വേറെ രൂപത്തിലായിരിക്കും. കണ്ണ് നോക്കി നമുക്ക് മനസ്സിലാക്കാം ആൾ കോൺഫിഡൻ്റ് ആണോ സത്യസന്ധനാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു അതിൻ്റെ ഗുഡ് പ്രാക്ടീസ് ഏതൊക്കെയാണ്? ലുക്ക് അറ്റ് ഓൾ പീപ്പിൾ ഇൻ ദ റൂം, നോട്ട് ജസ്റ്റ് വൺ പേഴ്സൺ. എന്താ പറയുക, അവോയ്ഡ് സ്റ്റെയറിങ് വിച്ച് ക്യാൻ ഫീൽ അൺകംഫർട്ടബിൾ. In interview, it's a polite to look the person's face but not directly into their eyes all the time. ഐ കോണ്ടാക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒരാളിൽ മാത്രം നോക്കാണ്ട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തേക്കും നോക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സമയത്തൊക്കെ നമ്മൾക്ക് ആളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് ശീലമായിരിക്കും. പക്ഷെ അത് അവോയ്ഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി നോട്ടമൊക്കെ ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് ഐ കോണ്ടാക്റ്റ് ഒക്കെ പറയാനുള്ളത്. അടുത്തത് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു വേർഡ് തെറ്റിയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊണൗൺസിയേഷൻ തെറ്റിയാൽ, അല്ലെങ്കിൽ വേർഡ് വെക്കേണ്ടിടത്തല്ല വെക്കണതെന്നുണ്ടെങ്കിൽ, ഉച്ചരിക്കേണ്ടിടത്തല്ല ഉച്ചരിക്കേണ്ടതുണ്ടെങ്കിലൊക്കെ എന്ത് വരും? കമ്മ്യൂണിക്കേഷനിൽ ബാരിയേഴ്സ് സംഭവിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്? എല്ലാ കമ്മ്യൂണിക്കേഷനും സക്സസ്ഫുൾ അല്ല. ചിലതെന്താവും, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന ആളിത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ വരും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഐ വിൽ ബി ദർ സൂൺ എന്ന് പറയുകയാണെങ്കിൽ, പക്ഷേ ആൾ ചിന്തിച്ച ആ സൂൺ എന്നുള്ളത് 5 മിനിറ്റ് ആ ഒരു സെക്കൻഡാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അരമണിക്കൂറാണ്. പക്ഷെ നമ്മുടെ ചിന്തയും നമ്മൾ പറഞ്ഞ ഉദ്ദേശവും അവർ പറഞ്ഞ ഉദ്ദേശവും വ്യക്തമാവാത്തത് കൊണ്ട് അവിടെ ഒരു ബാരിയർ സംഭവിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യും? 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ അവർക്കവിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അത് വലിയൊരു വാക്കിനൊക്കെ വരെ കാരണമാവാനുള്ള സാധ്യതയാണ്. പ്രധാനപ്പെട്ട കുറച്ച് ബാരിയേഴ്സിൻ്റെ ടൈപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പ്രധാനപ്പെട്ട ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, എന്നിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് 5 മാർക്കിന് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതിൽ 8 ക്വസ്റ്റ്യനോളം ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാണ്ടാവും. അത് കൂടുതലും ഈ ഒരു ഭാഗത്തു നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 10ഓ 15ഓ മാർക്കൊക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മെയിൻ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്: സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. അത് സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ലാംഗ്വേജിനെയും മീനിങ്ങിനെയും റിലേറ്റ് ചെയ്തിട്ടാണ് സെമാൻറ്റിക് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ്, മൂഡ് ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ബാരിയേഴ്സിനെയാണ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ക്രോസ് കൾച്ചർ ബാരിയേഴ്സ്. നമ്മുടെ കൾച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ബാരിയേഴ്സിനെയാണ് ക്രോസ് കൾച്ചർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് മൂന്നും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബിഗ്യൂറ്റി ഇൻ എക്സ്പ്രഷൻസ്. അതായത് വേർഡ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ മീനിങ് വിച്ച് കോസസ് കൺഫ്യൂഷൻ. ഇംഗ്ലീഷിൽ നമുക്ക് നോക്കിയാൽ, മലയാളത്തിൽ അത് അത്ര അങ്ങനെ തന്നെ ഇല്ല, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരേ വേർഡിന് ഒരുപാട് അർത്ഥങ്ങൾ കാണുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട് അല്ലേ? അതുപോലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ബാരിയേഴ്സ് സംഭവിക്കും. ഇതിനാണ് ആംബിഗ്യൂറ്റി ഇൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരേ വേർഡിന് പലതരം അർത്ഥങ്ങളും ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ദേ ക്യാൻ ഫിഷ് ഹിയർ എന്നുള്ളൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം എന്താ? പീപ്പിൾ ആർ അലൗഡ് ടു ഫിഷ്. അതായത് ഇവിടെ മീനിനെ പിടിക്കാൻ സമ്മതമാണ് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്താ? പീപ്പിൾ പുട്ട് ഫിഷ് ഇൻ ക്യാൻസ്. ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടിന്നുണ്ടല്ലോ, നമ്മളെ കന്നാസ് എന്നൊക്കെ പറയും മലയാളത്തിൽ. എന്താ പറയുക, വേറെ എന്തെങ്കിലും ബാക്കി ഇതുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയുള്ള ടിന്നുകളിൽ ടിന്നിനെ നമ്മൾ ക്യാൻ എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള ക്യാനിൽ മീനിനെ ഇടാം എന്നുള്ള അർത്ഥവും ഇതേ വേർഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ? വി ഈറ്റ് ഓർ സെൽ വാട്ട് വി ക്യാൻ ആൻഡ് വാട്ട് വി കാൺട്ട് വി ക്യാൻ എന്നുള്ളൊരു വേർഡ്. ഫസ്റ്റത്തെ ക്യാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഏബിൾ ടു, നമുക്ക് കൊണ്ട് പറ്റും എന്നുള്ള. വി ഈറ്റ് ഓർ സെൽ വാട്ട് വി ക്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആവുന്നത് അത് നമുക്ക് വിൽക്കുകയോ തിന്നോ ചെയ്യാം എന്നുള്ള അർത്ഥം. പിന്നെ ഒരു ക്യാൻ ഇവിടെ വരുന്നത് വാട്ട് വി കാൺട്ട് വി ക്യാൻ എന്നുള്ള അർത്ഥം തന്നെ. ആ ക്യാനിന് എന്താണ്? പുട്ട് ഇൻ ടു ക്യാൻസ് എന്ന്. അതായത് ക്യാനിൽ ഇടാം. വാട്ട് വി കാൺട്ട്, നമ്മളെ കൊണ്ട് തിന്നാൻ പറ്റാത്തതോ വിൽക്കാൻ കഴിയാത്തതോ എന്ത് ചെയ്യാം? വി ക്യാൻ, നമുക്ക് ക്യാനിൽ ഇടാം എന്നുള്ള അർത്ഥമാണ്
അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ ക്യാനുകളുടെ തമ്മിലുള്ള അർത്ഥം കറക്റ്റ് അറിയാഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബാരിയർ സംഭവിക്കും. അവിടെ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക്. അടുത്തത് ഹോമോഫോൺസ്. എന്താണ് ഹോമോഫോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരേ വേർഡായിരിക്കും, ഉച്ചാരണം ഒന്നായിരിക്കും, പക്ഷെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ലിസണേഴ്സ് ഫുൾ അറ്റൻഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് സംഭവിക്കാം, ബാരിയർ സംഭവിക്കാം. അർത്ഥവും വ്യത്യാസമായിരിക്കും, സ്പെല്ലിങ്ങും വ്യത്യാസമായിരിക്കും, പക്ഷേ പ്രൊണൗൺസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സി അല്ലെങ്കിൽ വീക്ക്, വെയിറ്റ്, ഇതൊക്കെ എന്താണ്? ഒരേ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, ഒരേ പ്രൊണൗൺസിയേഷനാണ്, സ്പെല്ലിങ്ങും മീനിങ്ങും വ്യത്യാസമാണ്. ഇത് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇറ്റ് ഈസ് എ നോട്ടി പ്രോബ്ലം, ഇറ്റ് ഈസ് എ നോട്ടി പ്രോബ്ലം. 2 നോട്ടി വരുന്നതാണ് അല്ലേ? ഫസ്റ്റത്തെ നോട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? KNOTTY എന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണെന്നാണ് അർത്ഥം. അതിൻ്റെ സ്പെല്ലിങ് KNOTTY. അതിൻ്റെ മീനിങ് ഹാർഡ് ടു സ്ലോവ്. എന്നാൽ സെയിം ടൈം NAUGHTY എന്നുള്ള നോട്ടി ആയുമ്പോൾ എന്തായി? മീനിങ് മാറി, ബാഡ് ബിഹേവിയർ ആയി, സ്പെല്ലിങ്ങും മാറി. പ്രൊണൗൺസിയേഷൻ മാറിയോ? മാറിയില്ല. അപ്പം സെയിം പ്രൊണൗൺസിയേഷൻ ആയിരിക്കും, ഡിഫറെൻറ്റ് സ്പെല്ലിങ്ങും ഡിഫറെൻറ്റ് മീനിങ്ങും ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോഫോൺസ് എന്ന് വിളിക്കും. ഇത് എഴുതുമ്പം 5 മാർക്കിനൊക്കെയാണ് നമുക്ക് എഴുതേണ്ടി വരിക. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതിയിട്ട് കുറേ അധികം ഉദാഹരണങ്ങൾ ഇതിലോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ എന്നാലും നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എഴുതാനൊരു തിരി ഉണ്ടാവുള്ളൂ, എക്സാമ്പിൾസ് നന്നായിട്ട് കയറ്റി കൊടുക്കുക. അങ്ങനെയാണ് നമുക്കത് പേപ്പേഴ്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വേർഡ്സ് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അടുത്തത് കോണ്ടെക്സ്റ്റൽ മീനിങ് ആൻഡ് സ്പീച്ച് ആക്ട്. ദ സെയിം സെൻറ്റൻസ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ് ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻ. സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ മീനിങ് മാറുന്നതിനെയാണ് കോണ്ടെക്സ്റ്റൽ മീനിങ് ആൻഡ് സ്പീച്ച് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. കമിൻ എന്നുള്ള അർത്ഥം, അതായത് നമ്മളൊരാൾ ഡോർ ഓപ്പൺ ആണ്, അകത്തേക്ക് വന്നോളൂ എന്നുള്ളൊരർത്ഥം നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പോൾ ഒരു പുറത്ത് റാം നിൽക്കുകയാണ്, നമ്മൾ അകത്താണ്, റാം ഡോറിന് മുട്ടി, ആ സമയത്താണ് നമ്മൾ പറയുന്നത് റാം കമിൻ എന്ന് പറയുകയാണെങ്കിൽ, റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ ഡോർ തുറന്നിട്ടേക്കാണ്, നീ അകത്തോട്ട് വന്നോ, നമ്മൾ അകത്തേക്ക് ക്ഷണിക്കുക എന്നുള്ളൊരർത്ഥം വരുന്നു. കമാൻഡ് ക്ലോസ് ദ ഡോർ ഓപ്പൺ ആണ്, ആ ഡോർ തുറന്നിരിക്കുകയാണ്, റാം ആ ഡോർ തുറന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അത് കമാൻഡ് ട്യൂണിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഡോറ് ക്ലോസ് ചെയ്യുന്നതാണ്. ആ റാം നമ്മൾ അടുത്തിരിക്കേണ്ടത്, തൊട്ട് വേഗത്ത് ഡോർ ഓപ്പണായി കിടക്കുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്യണം. അതായത് ഒരാളോട് പറയാം, ആ പറയുന്നതിനാണ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താവും? ക്ലോസ് ദ ഡോർ, ആ ഡോറ് അടക്ക് എന്നുള്ള അർത്ഥം അവിടെ വന്നു. ബി കെയർഫുൾ, ഇപ്പോൾ റാം ഇങ്ങനെ അപകടം പിടിച്ച ഡോറാണ് തുറന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രെയിനിൻ്റെ ഡോറ് തുറന്ന് കിടക്കുകയല്ലേ, അപ്പോൾ ഡോറ് ആ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ആ ഭാഗത്താണ് റാം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയുകയാണ് റാം ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുന്ന അർത്ഥം എന്താ? ആ ഡോറ് ഓപ്പൺ ആണ്, അത് സൂക്ഷിക്ക്, അങ്ങോട്ട് വീഴും എന്നുള്ള അർത്ഥം വരും. സെയിം വേർഡാണ് നമ്മൾ സെയിം സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നത്, പക്ഷേ എന്താണ്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മീനിങ് മാറുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്, റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ ഡോർ തുറന്നിരിക്കുകയാണ്, നിനക്ക് പുറത്തേക്ക് പോവാം, നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം എന്നുള്ള അർത്ഥം വന്നു. അതുപോലെ വാവ് എ ബ്രേക്കിംഗ് ഡോർ ഈസ് ഓപ്പൺ, അതിൽ തുറന്നല്ലോ എന്നുള്ള സർപ്രൈസിൽ നമ്മൾ പറയാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ, നമ്മുടെ സിറ്റുവേഷൻ എന്ത്, നമ്മുടെ ട്യൂൺ എന്ത്, സെൻറ്റൻസ് ഒന്നായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് അർത്ഥം മാറും. അപ്പം ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് തന്നെ നമ്മളിത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാരിയർ സംഭവിക്കും. ഇതിനെയാണ് കോണ്ടെക്സ്റ്റൽ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ മീനിങ് സിറ്റുവേഷനും ട്യൂണിനും ബേസ് ചെയ്തിട്ട് വേണം എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് സ്ട്രെസ് ആൻഡ് ഇൻറ്റോനേഷൻ എന്ന് വെച്ചാൽ ഹൗ വി സേ സംതിങ് ചേഞ്ചസ് ഇറ്റ്സ് മീനിങ്. നമ്മൾ പറയുന്നതിൻ്റെ സ്റ്റൈൽ വെച്ചിട്ട് അതിൻ്റെ മീനിങ് മാറും. ദേ സ്റ്റോൾ ദ ഫ്രൂട്ട്, ഹൂ സ്റ്റോൾ ഇറ്റ്, ആര് സ്റ്റോൾ ചെയ്തു? ദേ സ്റ്റോൾ ദ ഫ്രൂട്ട്, ആക്ട് ഓഫ് സ്റ്റീലിംഗ്. ദേ സ്റ്റോൾ ദ ഫ്രൂട്ട്, വാട്ട് വാസ് സ്റ്റോളൻ. ദേ സ്റ്റോൾ ദ ഫ്രൂട്ട് ഫ്രം ദ ഗാർഡൻ വേർ ഇറ്റ് വാസ് സ്റ്റോളൻ ഫ്രം. അതായത് ട്യൂണ് മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അർത്ഥം മാറുക.
സെയിം സെൻറ്റൻസ് ആയിരിക്കും, പക്ഷെ ട്യൂണ് മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പം അവൻ നല്ല ആളാണെന്നുള്ളത് ഹീസ് ക്വൈറ്റ് ഗുഡ്, അങ്ങനെ പറയുകയാണെങ്കിൽ ആൾ ഗുഡാണ്. ഹീസ് ക്വൈറ്റ് ഗുഡ് ബട്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ട്യൂണ് മാറുന്നതിനനുസരിച്ച് ആൾ നല്ലതാണ് പക്ഷേ എന്നുള്ള അർത്ഥം വരുമ്പം ചെറിയ എന്തൊക്കെയോ വിക്രസ് ആളടുത്തുണ്ട്, അങ്ങനെയുള്ളൊരു സംഭവം വരും. ഈ അങ്ങ് ട്യൂണ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് വരികയാണ്, അർത്ഥം മാറുകയാണ്. ഇതിനെയാണ് സ്ട്രെസ് ആൻഡ് ഇൻറ്റോനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് വേർഡ് ഷിഫ്റ്റ്, ചേഞ്ച് ഇൻ വേർഡ് പൊസിഷൻ. നമ്മളൊരു വേർഡ് ഉപയോഗിക്കുമ്പോൾ ആ വേർഡ് കറക്റ്റ് പൊസിഷനിലല്ലാണ്ട് ആ വേർഡ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും. അതിനെയാണ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇറ്റ് ഓൺലി സ്നോ ഹിയർ ഇൻ ദ വിൻ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വിൻ്ററിൽ സ്നോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഓൺലി സ്നോസ് ഹിയർ ഇൻ ദ വിൻ്റർ. അവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ടാണ് രണ്ടാമത്തെ വേർഡായിട്ടാണ് ഓൺലി വന്നത്. സെയിം ടൈം ആ രണ്ടാമത്തെ വേർഡിനെ നമ്മൾ മൂന്നാമത്തേക്ക് കൊണ്ടിട്ടു, മൂന്നാമത്തെ വേർഡിനെ രണ്ടാമത്തേക്ക് കൊണ്ടിട്ടു. ഇൻ സ്നോസ് ഓൺലി ഹിയർ ഇൻ ദ വിൻ്റർ. ഇവിടെ മാത്രമേ വിൻ്ററിൽ സ്നോ ഉണ്ടാവുള്ളൂ എന്ന് അർത്ഥമായി. വേർഡ് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സെക്കൻഡ് തേർഡിലോട്ടും തേർഡ് സെക്കൻഡിലോട്ടും പോന്നിട്ടുള്ളൂ, അർത്ഥം എൻറ്റയർലി മാറി. ഇതിനെയാണ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതൊക്കെ എക്സാമ്പിൾസ് കുറച്ചധികം എഴുതി കൊടുത്തിട്ട് പേപ്പേഴ്സ് നിറക്കുകയാണ് കേട്ടോ വേണ്ടത്. അടുത്തത് സ്റ്റൈൽ, ഫോർമലും ഇൻഫോർമലും. രണ്ട് തരത്തിലുള്ള സ്റ്റൈലാണുള്ളത്, ഒന്ന് ഫോർമൽ സ്റ്റൈൽ, ഒന്ന് ഇൻഫോർമൽ സ്റ്റൈൽ. യൂസിങ് ഫോർമൽ സ്റ്റൈൽ, എവിടെ നമ്മൾ ഫോർമൽ സ്റ്റൈൽ യൂസ് ചെയ്യുക? നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഓഫീസുകളിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഫോർമൽ സ്റ്റൈൽ യൂസ് ചെയ്യുക. ഇൻഫോർമൽ സ്റ്റൈൽ നമ്മൾ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോട് അങ്ങനെയുള്ള സംസാരത്തിലാണ് നമ്മൾ ഇൻഫോർമൽ സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോർമൽ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് പോയി ഇൻഫോർമലായിട്ട് നമ്മൾ സംസാരിച്ചാൽ അത് ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ ആക്ഷേപിക്കുന്നതായിട്ടോ അതൊരു തെറ്റായിട്ടുള്ള രീതിയായിട്ട് മാറും. എന്നാൽ ഇൻഫോർമലായിട്ട് സംസാരിക്കേണ്ട ആളുകളോട് നമ്മൾ ഫോർമലായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യക്കാരൻ റൂഡായിട്ടുള്ള ആളാണെന്നുള്ള ആളായിട്ടാണ് വരിക. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോർമലാണോ ഇൻഫോർമലാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് പോയിട്ട് നമ്മൾ ഫോർമൽ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റൂഡ് സ്വഭാവമായിട്ട് മാറും. എന്നാൽ ഓഫീസിൽ ബോസിനോട് പോയിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയും പ്രശ്നമായിട്ട് വരും. അപ്പം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കണം ഫോർമലും ഇൻഫോർമലും സ്റ്റൈല് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ്, ഐ ഡോണ്ട് ബോറോ 15,000 ഫ്രം മിസ്റ്റർ റാവ് എന്ന് പറയുകയാണെങ്കിൽ ബിക്കം ലോങ് ആൻഡ് എക്സൈറ്റ്. ഐ ഡിൻ ബോറോ 15,000 ഓർ എനി അതർ എമൗണ്ട് എന്ന് പറയും. ലീഗൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഞാൻ 50,000 റാവിനോട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവിടെ അത് ലീഗലാവില്ല. ലീഗലാവുമ്പോൾ ഞാൻ 50,000 മാത്രമല്ല ഒരു എമൗണ്ടും വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് വരുന്നു, 50,000 വാങ്ങിയിട്ടില്ല മറ്റെത്രയോ വാങ്ങി എന്നുള്ള അർത്ഥം വരും. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഐ ഡിഡിൻ ബോറോ 50,000 ഓർ എനി അതർ എമൗണ്ട്. ഇങ്ങനെയാണ് ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടത്. ഓരോ സംസാരത്തിനും അതിൻ്റേതായിട്ടുള്ള റൂളുകളുണ്ട്. ഒരാൾ ഓരോ സ്ഥാനത്തിനനുസരിച്ചിട്ട് അവരുടെ സംസാരത്തിന് ഒരു റൂളുണ്ട്. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഐ ഫീൽ യുവർ പെയിൻ അങ്ങനെ പറയണം, എനിക്ക് നിങ്ങളുടെ വേദന മനസ്സിലാവും, ആ രീതിയിലായിരിക്കണം പൊളിറ്റീഷ്യൻ പറയേണ്ടത്, അല്ലെങ്കിൽ അത് കോട്ടിട്ടില്ല. പിന്നെന്താണ്, ഹൈ ഹിയർ വാട്ട് യു ആർ സേയിങ് സെൻറ്റർ സ്റ്റാഫ്. ഹൈ ഹിയർ വാട്ട് യു ആർ സേയിങ്. ഒരു കോൾ സെൻറ്റർ സ്റ്റാഫ് ആണെങ്കിൽ അങ്ങനെ പറയണം, ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളെന്താ പറയുന്നതെന്നുണ്ട്. ഒരു ബിസിനസ് മാനാണ്, ഐ സീ വാട്ട് യു മീൻ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, ആ രൂപത്തിൽ പറയണം. അപ്പോൾ ഓരോ സ്പീച്ചിനും റോൾ ബേസ് ചെയ്തിട്ടാണ്, എന്താണോ നമ്മളെ റോള് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സ്പീച്ച് നമ്മൾ ഇതാക്കേണ്ടത്. അടുത്ത രജിസ്റ്റർ ജാർഗൺ ആൻഡ് എക്കണോമിക്സ്. രജിസ്റ്റർ പറഞ്ഞാൽ ചില വേർഡ്സിന് ചില ഫീൽഡിൽ അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ് ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് അറിയില്ല. ഇതിനെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ജാർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ വേർഡാണ്. ഒരു ജോബിലോ ഓരോ സബ്ജക്റ്റിലോ ടെക്നിക് പരമായിട്ട് അവരുടേതായിട്ടുള്ള വേർഡ് ഉണ്ടാവും. അത് ആ ഒരു ഫീൽഡിലുള്ളവർക്ക് മാത്രമേ ആ വേർഡിൻ്റെ മീനിങ് മനസ്സിലാവുള്ളൂ. അതിനെയാണ് ജാർഗൺ എന്ന് പറയുന്നത്. അക്രോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സ്, അതായത് STD, പിന്ന് എന്നൊക്കെ PIN പിന്ന്, അതൊക്കെ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് ഓരോന്ന്. ATM കാർഡിൻ്റെ ATM, പാൻ കാർഡിൻ്റെ പാൻ,
ഇതൊക്കെ എന്താണ് ഷോർട്ട് ഫോംസ് ആണ്. ഇതിനെയാണ് അക്രോണിം എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സും ഉണ്ട്. ലിസണേഴ്സിൻ്റെ അറ്റൻഷൻ സ്പാന് കാരണം തെറ്റ് വരാം. ലിസണർ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്ത് മെസ്സേജ്, വലിയൊരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്ന ആൾ അത് ഫുള്ള് ലിസൺ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ബാരിയർ സംഭവിക്കും. ഇവിടെ കൂടുതലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ടേം ആൻഡ് കണ്ടീഷനിൽ ഒപ്പിട്ടാണ്ട് ഇതാക്കാറുണ്ട്. അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ആപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞ് എഴുത്തിലായിട്ട് അവർ തരാറുണ്ട്. നമ്മളത് മുഴുവൻ വായിച്ചു നോക്കാറൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ പോയിട്ട് ടിക്ക് ഇട്ടേക്കും. ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ വലിയൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അതിലിപ്പോൾ 100 പേര് എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1-2 പേരെ അത് ഫുള്ള് വായിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൽ എന്തൊക്കെയാണ് എഴുതിയത് എന്നുള്ളത് ചെറിയൊരു ധാരണ ഉണ്ടാവും. പക്ഷെ അവിടെ എന്താണ്, നമുക്ക് ആ ഒരു ധാരണ ഇല്ലാതെയാണ് നമ്മൾ ആ ഒപ്പിട്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാരിയർ സംഭവിക്കും. എന്നാൽ നമ്മളതൊന്ന് ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കേൾക്കുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള രൂപത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ കേൾക്കാൻ നമ്മൾ ഇതാവും. പിന്നെ നോയ്സ് ആൻഡ് റോങ് മീഡിയം. എക്സ്റ്റേണൽ സൗണ്ട്സ് ഓർ ടെക് പ്രോബ്ലംസ് ക്യാൻ ruin യുവർ മെസ്സേജ്. പുറത്തുനിന്ന് എന്തെങ്കിലും പ്രോബ്ലം സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫോണിലൂടെ ആണെങ്കിൽ ടെക്നിക് പരമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ പാസ് ചെയ്യുന്നത് മുഴുവൻ ലിസണർക്ക് എത്തൂല, അവിടെ ഒരു ബാരിയർ സംഭവിക്കും. പിന്നെ പേഴ്സണൽ ബയാസ് ആണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവും, ഇതാണ് ഇതിനെക്കുറിച്ച് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ ശരിയായിരിക്കും നമ്മുടെ വിശ്വാസമായിരിക്കും അപ്പോൾ നമ്മളത് ഫുൾ ഉൾക്കൊള്ളാണ്ട് അവിടെ ഒരു ബാരിയർ സംഭവിക്കും. ശരിക്കും അയാൾ പറയുന്നതായിരിക്കും ശരി, പക്ഷെ നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് അംഗീകരിക്കാനുള്ള ഒരു മടി, ഇതിനെയാണ് പേഴ്സണൽ ബയാസ് എന്ന് പറയുന്നത്. പിന്നെ സെലക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വാണ്ട്, നോട്ട് വാട്ട് വാസ് മീൻഡ്. അവർ സെലക്ട് ചെയ്യുക, എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കുക, അല്ലാത്തത് ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ വിടുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഇതിനെയാണ് സെലക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അടുത്തത് സിനിക്സിസം ആൻഡ് നെഗറ്റിവിറ്റി. നെഗറ്റീവ് പീപ്പിൾ ഡു നോട്ട് അക്സെപ്റ്റ് ന്യൂ ഐഡിയാസ്. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ പുതിയതായിട്ടുള്ള ഐഡിയകളോ പുതിയതായിട്ടുള്ള കാര്യങ്ങളോ പറയുമ്പം അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. അതിനെയാണ് സിനിക്സിക്സ് ആൻഡ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പെർസീവ്ഡ് ബെനിഫിറ്റ്. ലിസണേഴ്സ് പേ അറ്റൻഷൻ ഓൺലി ഇഫ് ദ ടോപ്പിക് ഫീൽസ് യൂസ്ഫുൾ ടു ദം. ടോപ്പിക് അവർക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ കേൾക്കുള്ളൂ. അല്ലാത്തതാണെങ്കിൽ അവരത് കേൾക്കൂല. അവിടെയും ഒരു ബയാസ് സംഭവിച്ചു. ഇതിനെയാണ് പെർസീവ്ഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബാരിയേഴ്സാണ്. ഇതിങ്ങനെ ബാരിയേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഓരോന്ന് സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് ഇതെന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഓരോന്നെടുത്തിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ഭാഗമെങ്കിലും നമ്മുടെയൊക്കെ കിട്ടിയ ഒരു ബുക്ക്ലെറ്റാണ്. ബുക്ക്ലെറ്റിൻ്റെ ഒരു പേജിൻ്റെ ഒരു സൈഡെങ്കിലും കംപ്ലീറ്റ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് ഒരു ഭാഗം കൂടി ഉള്ളൂ, ഈ യൂണിറ്റ് അവസാനിക്കും കേട്ടോ. അടുത്തത് WH ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹെൽപ്സ് യു ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന WH തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം അല്ലേ. WH തുടങ്ങുന്ന ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വൈ, വിത്ത് ഹോം, ഹൗ, വാട്ട്, വേർ, വെൻ. ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസ് WH വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ലൈഫ്, ഇൻ അവർ ജോബ്, നമ്മുടെ ജോബിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ഒരു 6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ 6 WHS എന്ന് പറയാം. എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ക്ലിയറും എഫക്റ്റീവും ആവുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. വൈ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്? നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക, വൈ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്? എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ്? യു ഷുഡ് നോ വൈ യു ആർ ടോക്കിംഗ്, റൈറ്റിംഗ് ഓർ ഷെയറിങ് സംതിങ്. നമ്മൾ മറ്റൊരാളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഇഫ് യു ആർ ടെല്ലിങ് യുവർ ടീം ടു അറ്റൻഡ് എ മീറ്റിംഗ്, യുവർ പർപ്പസ് ഇസ് ടു ഇൻഫോം ദം. നമ്മൾ പറയണം നമ്മുടെ ടീമിനോട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നൊരു മീറ്റിംഗ് ഉണ്ട്,
എല്ലാവരും വരണം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ മീറ്റിങ്ങിൽ എന്തെങ്കിലും അവർക്ക് ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യാനുണ്ടായിരിക്കണം. വെറുതെ അവർക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് അവിടെ കുറഞ്ഞ് ഇരുത്തി പൊയ്ക്കോളി എന്ന് പറയാനൊരു മീറ്റിംഗ് ഉണ്ടാവരുത്. ആ മീറ്റിങ്ങിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്യാനും ഉണ്ടാവണം. അപ്പോൾ എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തത്, വിത്ത് ഹൂം ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ്. തിങ്ക് അബൌട്ട് ഹൂ ഇസ് യുവർ ഓഡിയൻസ് ഈസ്. നമ്മുടെ ഓഡിയൻസ് ആരാണ്? നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ പാസ് ചെയ്യാൻ. ആ ഇൻഫർമേഷൻ കേൾക്കേണ്ടത് ആരാണ്, നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ഒരു ഗ്രൂപ്പിനോടാണോ അല്ലെങ്കിൽ ഒരു പേഴ്സണോടാണോ അല്ലെങ്കിൽ വേറെ എന്തിനോട് ഏതൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും സംസാരിക്കുക, മാനേജറോടാണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഏതാണോ നമ്മുടെ ഓഡിയൻസ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയണം. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ടൈപ്സും സ്റ്റൈലും എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഹൗ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെ ഞാൻ ഏത് മെത്തേഡ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡയറക്റ്റ് പോയിട്ട് സംസാരിക്കണോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണോ, അല്ലെങ്കിൽ ഇമെയിൽ അയക്കണോ, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് എടുക്കണോ, അതോ ഫേസ് ടു ഫേസ് ആയിരിക്കണോ? ഈ മെത്തേഡ് എന്തായിരിക്കണം എന്നുള്ളതും നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് തീരുമാനിക്കണം. പിന്നീട് നാലാമത്തേതാണ് വാട്ട് ആം ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മളെ കണ്ടൻറ്റും നമുക്ക് ഷെയർ ചെയ്യാനുള്ള മെസ്സേജ് ക്ലിയർ ആയിരിക്കണം. എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ അഞ്ചാമതാണ് വേർ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതൊക്കെ ഓക്കെയാണ്, ഓഡിയൻസ് റെഡിയാണ്, എനിക്ക് പറയാനുള്ളതിനൊരു കാര്യമുണ്ട്, എൻ്റെ ഓഡിയൻസ് റെഡിയാണ്, എനിക്ക് പറയാൻ ഫോർമലാണോ ഇൻഫോർമലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എന്താണ് പറയേണ്ടതെന്നുള്ളൊരു സ്ട്രക്ചറായി കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? മെത്തേഡ് വരെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടെ നിന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അപ്പോൾ അതിനൊരു കമ്മ്യൂണിക്കേഷൻ മാറ്റർ വെച്ചിട്ട് നമ്മൾ അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലേസ് നമ്മൾ കാണണം. പിന്നീട് നമ്മൾ പ്ലേസ് കണ്ടതിന് ശേഷം ആ പ്ലേസിൻ്റെ അവൈലബിലിറ്റിയും എല്ലാം നോക്കിയിട്ട് എപ്പോഴാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. ഇതാണ് 6 സ്റ്റെപ്സ്. ഇതൊരു സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇതിലെവിടെ വന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ 6 സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. If your communication has no purpose or it comes the wrong time or place, people may ignore it or misunderstand it. വ്യക്തമായിട്ടുള്ളൊരു പർപ്പസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു ടൈം കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഇല്ലെങ്കിൽ എന്താവും? നമ്മുടെ ഓഡിയൻസ് അത് ഇഗ്നോർ ചെയ്യും. കറക്റ്റ് ഒരു ഓഡിയൻസിലേക്ക്, അത് എത്തേണ്ട ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ പോലും അവരത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ നമ്മുടെ വെറുതെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പം ഈ WH ക്വസ്റ്റ്യൻസ് 6 WH ക്വസ്റ്റ്യൻസ് നമ്മൾ ഗോൾഡൻ കീ ആയിട്ട് കരുതണം നമ്മുടെ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം എന്നില്ല, നമ്മുടെ നോട്ട്സും ഇതൊക്കെ വെച്ചിട്ട് നോക്കിയാൽ മതി. പോസ്റ്റർ രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടു ദ മിസ് എൽസ മുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.